ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്ന വിഷയത്തിൽ നടപടി കടുപ്പിച്ച സർക്കാർ. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. അധ്യാപകർ, യൂട്യൂബ് ചാനൽ പ്രതിനിധികൾ എന്നിവരിൽ നിന്ന് മൊഴിയെടുക്കും. പോലീസ് അന്വേഷണത്തിന് പുറമെ ചോദ്യപേപ്പർ അച്ചടിച്ചതിലും വിതരണത്തിലും അടക്കം വീഴ്ചയുണ്ടായോ എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പും പരിശോധിക്കും. ക്രിസ്മസ് പരീക്ഷയുടെ +1 10ാം ക്ലാസ് ചോദ്യപേപ്പറുകൾ ചോർന്നതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുമായി ബന്ധമുള്ള അധ്യാപകർക്കുള്ള നടപടികളും യോഗം ചർച്ച ചെയ്യും. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് മുതൽ വിതരണം ചെയ്യുന്നതുവരെ എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് വിശദമായി വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കും. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും സ്വീകരിക്കും. കഴിഞ്ഞ ദിവസമാണ് MS സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ +1 കണക്കിന്റെയും 10ാം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയുടെയും ചോദ്യപേപ്പറുകൾ ചോർന്നത്. പരീക്ഷയുടെ ചോദ്യങ്ങൾ അതേപടിയായിരുന്നു യൂട്യൂബ് ചാനലിൽ വന്നത്. ചോദ്യങ്ങൾ എങ്ങനെ ചോർന്നു എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നതിലും അച്ചടിയിലുമൊക്കെ രഹസ്യ സ്വഭാവമുണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ നിയമ നടപടികളുമായി സഹകരിക്കുമെന്നാണ് യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻ വ്യക്തമാക്കുന്നത്. നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട്. ചോദ്യക്കടലാസ് തയ്യാറാക്കുന്ന അധ്യാപകരോ വിതരണം ചെയ്യുന്ന BRC ജീവനക്കാരോ ചോർത്തി നൽകാനുള്ള സാധ്യതയാണുള്ളത്. ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് മുൻപായി സ്കൂളിൽ എത്തിക്കുമെന്നതിനാൽ അവിടെ നിന്ന് ചോരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ചോദ്യപേപ്പർ ചോർച്ചയിൽ കടുത്ത നടപടി വേണമെന്നാണ് CPIയുടെയും ആവശ്യം. അതേസമയം ചോദ്യപേപ്പർ ചോർന്നത് എങ്ങനെയെന്ന് കണ്ടെത്തുക എളുപ്പമാകില്ലെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധർ പറയുന്നത്. കാരണം 10ാം ക്ലാസ്സിലെയും +1ലെയും പരീക്ഷാ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. ഏറെ പേർ ഇടപെടുന്ന ഈ പ്രക്രിയ മുഴുവൻ പരിശോധിക്കുക എളുപ്പമല്ലെന്നാണ് ഇവരുടെ വാദം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.